വെൽക്കം ടു അഡ 24/7 മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് സെക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഒബ്ജക്റ്റീവ് ആകുമ്പോൾ അതിലൊരു 100ൽ 50 മാർക്സ് ഇംഗ്ലീഷിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഫുൾ ഇംഗ്ലീഷ് ഫോക്കസ്ഡ് ആണ്. ഇൻ്റർവ്യൂ ലെവലിലും ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഇംഗ്ലീഷ് സെക്ഷൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? ആ 50 മാർക്സ് ഇൻ ദ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ പഠിച്ചെടുക്കണം? അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുറഞ്ഞ സമയത്തിനകത്ത് മാക്സിമം മാർക്സ് ഡിസ്ക്രിപ്റ്റീവിൽ എങ്ങനെ സ്കോർ ചെയ്യാം എന്ന് ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So, the future depends on what you do today. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നമ്മുടെ നാളെ എങ്ങനെ വരും എന്നുള്ളത്. ആര് പറഞ്ഞാണ്? മഹാത്മാഗാന്ധി പറഞ്ഞാണ് അല്ലേ? ഇന്നത്തെ നമ്മുടെ അജണ്ട ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആൻഡ് ഇൻ്റർവ്യൂ, 3 സെക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. സോ മോഡ് ഓഫ് സെലക്ഷൻ റഫ്ലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒബ്ജക്റ്റീവ് സെക്ഷൻസിൽ സ്കോർ എങ്ങനെ കൂട്ടാം, എങ്ങനെ നെഗറ്റീവ് മാർക്സ് അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ ഉള്ള മറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പെർട്ടിക്കുലർ കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാം സ്ട്രക്ചർ നോക്കി പോവാം. അപ്പോൾ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻ്റർവ്യൂ. റൈറ്റ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്സിൻ്റെ ആണ്, അത് OMR ഷീറ്റ് ആണ്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്സ് ടു ബി റിട്ടേൺ ഓൺ എ സെപ്പറേറ്റ് ആൻസർ ഷീറ്റ്. റൈറ്റ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ് ഉടനെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നടക്കും. അപ്പോൾ സെയിം ഡേ തന്നെയാണ് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് 2 ടെസ്റ്റും നടക്കുന്നത്, സെയിം ഡേ തന്നെയാണ്. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ഒബ്ജക്റ്റീവിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കടന്നാൽ മാത്രമേ, ഒരു മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 questions 1 മാർക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്യേണ്ടതെന്നാണോ, അല്ലെങ്കിൽ അറ്റംപ്റ്റ് വളരെ കുറയ്ക്കണം എന്നാണോ? ഒരിക്കലും അല്ല. കാരണം ഒരു ഡീസൻറ്റ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഏത് എക്സാം ആയാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെയധികം അറ്റംപ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും സൊല്യൂഷൻ അല്ല. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നോക്കുക. റൈറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും നല്ലത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇംഗ്ലീഷിൽ ഞാൻ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ അതിൽ എനിക്ക് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റ്, അതുപോലെ GKയിൽ ഞാൻ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ അതിൽ എനിക്ക് എത്ര ആൻസർ കറക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഗെസ് ചെയ്യുന്ന ആൻസർ എനിക്ക് ശരിയാവുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് വേണം എത്ര ക്വസ്റ്റ്യൻ 100ൽ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. അതുപോലെ തന്നെ എക്സാം ഹാളിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിൾ ആണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് കൂട്ടാവുന്നതാണ്. റൈറ്റ്, സോ ആ ഒരു എക്സാം ഹാൾ പ്രസൻസ് ഓഫ് മൈൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിമെയിൻ കാം. റൈറ്റ്, അണ്ടർസ്റ്റാൻഡ് ദ എക്സാം, എൻജോയ് ദ എക്സാം. അതാണ് ഏത് എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ General English 50 marks, General Knowledge 40 marks and Maths 10 marks, we know that. Right, ഇനി ഇംഗ്ലീഷിലോട്ട് വരാം. നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എങ്ങനെ സ്കോർ ചെയ്യാം. ആ 50 on 100, 50 on 50 ഇൻ ദാറ്റ് 100 മാർക്സ് സെക്ഷൻ എങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം? സോ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആൻറ്റോണിംസ്, ജോയിനിങ് സെൻറ്റൻസസ്, പ്രിപ്പോസിഷൻസ്, fill in the blanks, spotting errors, para completion, substitution, sentence completion, passage completion തുടങ്ങിയ ടോപ്പിക്സ് ആണ് മെയിനായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇതിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. സോ വൊക്കാബ് എന്ന് പറയുന്നത് ഇതിൽ ആൻറ്റോണിംസ് കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ സ്പോട്ടിങ് എറേഴ്സിൽ വരില്ല, വേറെ നമ്മൾ മീനിങ്സ്, സിനോണിംസ് വരുന്നുണ്ട്. സിനോണിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇത് സിനോണിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ നിന്ന് എടുത്ത സിലബസ് ആണ്. ഇത് ഒഫീഷ്യൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനിൽ വന്ന സിലബസ് ആണ്. ദാറ്റ് ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. അപ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സിനോണിംസ്, ആൻറ്റോണിംസ്, വേർഡ് മീനിങ്സ് തുടങ്ങി ബാക്കിയുള്ള ഇംഗ്ലീഷ് സെക്ഷൻസിനും നമ്മൾ വൊക്കാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വേർഡിൻ്റെ മീനിങ് നമുക്കറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, അതിൻ്റെ സെയിം മീനിങ് എന്ത് വരും എന്നും അതുപോലെ
അതുപോലെ തന്നെ ബാക്കിയുള്ള 4 ഓപ്ഷൻസ്, റൈറ്റ്, 4 ഓപ്ഷൻസ് ഉണ്ട് ഒരു ക്വസ്റ്റ്യന്. ആ ഓരോ വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോയിങ് ദ വേർഡ് മീനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് opposite questions or synonyms questions or many other such questions. So one thing we have to work upon is vocab, right? Vocabulary improve ചെയ്യുക എന്നുള്ളത്. പിന്നെ having a general idea about the English grammar, right? വളരെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നടത്തുമ്പോഴത്തേക്കും. ഭയങ്കര ഹൈ ലെവൽ ടഫ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഇഫ് വി ഹാവ് എ ബേസിക് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് വാട്ട് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, എന്താണ് ടെൻസസ്, എന്താണ് ഇപ്പോൾ പാസ്റ്റ്, എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ്, ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാംസിന് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ ഗ്രാമറിൻ്റെ സെക്ഷൻസും ഒന്ന് നോക്കി പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, റൈറ്റ്. ഏറ്റവും മെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. കാരണം ഈവൻ ദോ ഷോർട്ട് ലിസ്റ്റിൽ വരാനായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ മാർക്സ് കൂട്ടത്തില്ല എങ്കിലും, ഫൈനൽ നമ്മുടെ ലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും, ഫൈനൽ നമ്മുടെ ജോബിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളൊരു കാര്യമാണ്. ഹൗ ടു പ്രിപ്പയർ ഫോർ ദാറ്റ്, വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ക്ഡ് ഇൻ ഇറ്റ്. ഇപ്പോൾ പ്രിസി ചോദിക്കുന്നുണ്ട്, കോംപ്രിഹെൻഷൻ ചോദിക്കുന്നുണ്ട്, ഷോർട്ട് എസ്സേ ചോദിക്കുന്നുണ്ട്. പ്രിസി is one of the easiest thing possible to be asked in an examination. Technically all these three. എന്തുകൊണ്ടാണ് ഞാൻ ഈസിയസ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ കോംപ്രിഹെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ദ ആൻസർ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പഠിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് പോയാൽ മാത്രമേ നമുക്ക് ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് കോംപ്രിഹെൻഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് വായിച്ചിട്ട് കോപ്പി അടിക്കുന്ന പോലെയാണ് ടെക്നിക്കലി, അല്ലേ? ആൻസർ നമ്മുടെ മുമ്പിലുണ്ട്, അത് വായിച്ച് ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യുക, റൈറ്റ്. കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ സ്വയം നമുക്ക് തന്നെ ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രമിക്കാം. കോംപ്രിഹെൻഷൻ വായിക്കുമ്പോൾ അത് കഥ വായിക്കുന്ന പോലെ വായിക്കുക. എക്സാം ആണ്, ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം എന്നുള്ളതിനപ്പുറത്തോട്ട് കഥ വായിക്കുന്ന പോലെ കോംപ്രിഹെൻഷൻ വായിക്കുക. കോംപ്രിഹെൻഷനിൽ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് 2 മെത്തേഡാണ്, രണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് ഏത് മെത്തേഡ് സ്യൂട്ട് ആവും എന്നുള്ളത് നമ്മൾ തനിയെ ട്രൈ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടാവും. കോംപ്രിഹെൻഷൻ്റെ ഞാൻ 2 മെത്തേഡ് പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നല്ല കാം ആൻഡ് കൂൾ മൈൻഡിൽ ഫസ്റ്റ് നമ്മൾ കോംപ്രിഹെൻഷൻ മുഴുവൻ വായിക്കുക. ഒരു കോംപ്രിഹെൻഷൻ ഉണ്ട്, അത് മുഴുവൻ വായിച്ചിട്ട് പിന്നെ ഒരു കോംപ്രിഹെൻഷൻ ഉണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ്. പിന്നെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു നോർമൽ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ കോംപ്രിഹെൻഷൻ കിട്ടി, ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിംഗ് സ്പീഡ് നമ്മളുടെ എത്രയാണെന്നുള്ളത് ഒന്ന് എഴുതി നോക്കുക. ഒരു 5 സെൻറ്റൻസ് എഴുതാൻ എത്ര സമയമെടുക്കും നമുക്ക് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഇത് നോർമൽ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താണ്? ടൈം ശ്രദ്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക, റൈറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ, കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അതിലൊരു കീവേഡ് ഉണ്ട്. ഇപ്പോൾ രാം ടോൾഡ് ദിസ് ടു രാഹുൽ, റൈറ്റ്. ഒരു സംഭവം വന്നു, വാട്ട് വാസ് ഹി ടോക്കിംഗ് അബൌട്ട്, റൈറ്റ്. എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അതിലുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർലൈൻ ദ കീവേഡ്സ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്. പെട്ടെന്ന് വേണം, ഒരുപാട് സമയം ചിലവാക്കരുത്, പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് പിന്നെ കോംപ്രിഹെൻഷൻ വായിക്കുക. അപ്പോൾ കോംപ്രിഹെൻഷൻ വായിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉടനെ നമുക്കത് മനസ്സിലാവും, അതെടുത്ത് എഴുതാൻ പറ്റും. സോ സേവിങ് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ ഡൂയിങ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. എഴുതുന്നതിൻ്റെ സ്പീഡ്, ആ പേപ്പർ സോൾവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ദെൻ വി ഡു ദ കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. ദെൻ വി ഹാവ് പ്രിസി, റൈറ്റ്. പ്രിസിയുടെ കാര്യം പറയുമ്പോൾ സമ്മറി എഴുതാനാണ്. again this is a very simple thing to do. എന്തുകൊണ്ട് സിമ്പിൾ? we have whatever we have to write in front of us, റൈറ്റ്. നമ്മുടെ മുമ്പിലുണ്ട്, എന്താണോ നമുക്ക് എഴുതേണ്ടത് നമ്മുടെ മുമ്പിലുണ്ട്, അതൊന്ന് സമ്മറൈസ് ചെയ്താൽ മതി. എങ്ങനെ സമ്മറൈസ് ചെയ്യും? കീവേഡ് ഐഡൻറ്റിഫിക്കേഷൻ. വൺ തിങ് വി ഹാവ് ടു ഡു ഇസ് കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തെങ്കിലും മെയിൻ ആയിട്ടൊരു കീവേഡ് ഉണ്ട്. ഇപ്പോൾ എൻവയൺമെൻറ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫാണ്, അതിൽ പൊല്യൂഷൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ, പൊല്യൂഷനെ കുറിച്ച് എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ആ പൊല്യൂഷനെ കുറിച്ചൊരു സെൻറ്റൻസ് നമുക്ക് എഴുതണം, റൈറ്റ്. അപ്പോൾ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തീം ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ യൂട്യൂബ് സീരീസും തുടങ്ങുന്നുണ്ട്. നമ്മൾ അതിൽ കോംപ്രിഹെൻഷൻ ചെയ്യും, പ്രിസി ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക.
നമുക്കൊരു ഐഡിയ കിട്ടും ദാറ്റ് എങ്ങനെയാണ് ഒരു പ്രിസി നമ്മൾ ചെയ്യേണ്ടത്. കുറഞ്ഞ ടൈമിൽ ആ എക്സാം എൻവയൺമെൻറ്റിൽ മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ പ്രിസി എങ്ങനെ ചെയ്യാം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും, റൈറ്റ്? അപ്പോൾ അത് ഫോളോ ചെയ്യുക ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രിസിയിൽ കീവേഡ് ഐഡൻറ്റിഫിക്കേഷൻ, തീം ഐഡൻറ്റിഫിക്കേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ എഴുതുമ്പോൾ വാട്ട് ആർ ദ സെൻറ്റൻസസ് വി ആർ ഫോം സിമ്പിൾ സെൻറ്റൻസസ്. അത് എല്ലാ ആൻസേഴ്സിലും ശ്രദ്ധിക്കുക. ഷോർട്ട് സെൻറ്റൻസസ് ആൻഡ് സിമ്പിൾ സെൻറ്റൻസസ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോങ് സെൻറ്റൻസസ് ഫോം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ട് അധികം വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. കോംപ്രിഹെൻഷനിലും പ്രിസിയിൽ ഒട്ടും സ്വന്തമായിട്ട് വേർഡ്സ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വി ജസ്റ്റ് ഹാവ് ടു സമ്മറൈസ്. നമ്മുടേതായിട്ടൊന്നും അതിനകത്ത് ഇടാനില്ല, കോംപ്രിഹെൻഷനിലും ഇടാനില്ല. സോ സിമ്പിൾ സെൻറ്റൻസസ്, സ്മോൾ സെൻറ്റൻസസ് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ. സിമ്പിളായിട്ട് എഴുതാനാണ് നമ്മളോട് ചോദിക്കുന്നത്, നല്ല കാര്യമല്ലേ? വലിയ ഹൈ ലെവലൊന്നും പോകണ്ട, ഉള്ള കാര്യം എഴുതി വയ്ക്കാനാണ് പറയുന്നത്, റൈറ്റ്? ആൻഡ് ദ തേർഡ് തിങ് ഇസ് ഷോർട്ട് എസ്സേസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഹൗ ഇസ് ഇറ്റ് ഓൾ ടുഗെദർ മോർ ഈസി? കാരണം കോംപ്രിഹെൻഷനും പ്രിസിയും പറഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ മെറ്റീരിയൽ ഉണ്ട്, അത് നോക്കി ആൻസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുപോലെ ഷോർട്ട് എസ്സേയിൽ വി ആർ ഹാവിങ് എ ഫ്രീഡം ടു ഇൻറ്റർപ്രിറ്റ്, ഫ്രീഡം ടു ചൂസ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് 2 of the topics given, 2 of the topics. സോ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി. തന്ന എല്ലാ ടോപ്പിക്കിലും എഴുതാൻ നമ്മളോട് പറയുന്നില്ല. വി ക്യാൻ ചൂസ് 2 of the topics from the given 3 topics. അതിൽ ഏതെങ്കിലും 2 ടോപ്പിക്ക് ചൂസ് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇഫ് യു ആർ ലേണിംഗ് അബൌട്ട് ഹൈബ്രിഡ് ലേണിംഗ്, റൈറ്റ്? ഹൈബ്രിഡ് ലേണിങ്ങിനെ കുറിച്ച് അതിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുള്ളവരാണെങ്കിൽ ഒരുപാട് ഐഡിയാസ് കിട്ടും. ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഇല്ലെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നുമെല്ലാം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഇല്ലേ? എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്? ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നതും ഇത് കാണുന്നതും എല്ലാം. അപ്പോൾ എങ്ങനെ ടെക്നോളജി ലേണിംഗ് പ്രോസസ്സിനെ ബാധിക്കുന്നു, റൈറ്റ്? എങ്ങനെ ആണ് ആ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് വരുന്നത്? ഹൗ ഇസ് ഇറ്റ് പോസിറ്റീവ്, നെഗറ്റീവ്? ഹൗ ഇസ് ഇൻട്രാക്റ്റീവ് ലേണിംഗ് മോർ എഫക്റ്റീവ്? സോ നമ്മുടെ തലയിൽ വരുന്ന എല്ലാ ഐഡിയാസും എങ്ങനെ വേണമെങ്കിലും ഇൻറ്റർപ്രിറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ഐഡിയ വേണമെങ്കിലും അതിലിടാൻ പറ്റും. അതാണ് എസ്സേയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു, ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അറിഞ്ഞിരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് എന്ന് നമ്മളോട് എഴുതാനായിട്ട് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഡൗട്ട് ഉണ്ടാവാം. പക്ഷേ എസ്സേ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എസ്സേ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കോപ്പ് കിട്ടുകയാണ് എഴുതാൻ. പിന്നെ ഒരു ഹൈബ്രിഡ് ലേണിംഗ് അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ദ ജുഡീഷ്യൽ സിസ്റ്റം ആപ്പ് വരെ ഉണ്ടായി, റൈറ്റ്? വെബ്സൈറ്റ് റിന്യൂ ചെയ്തു, ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും വരെ. സോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് പാൻഡമിക്, കോവിഡ് എങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെയും എങ്ങനെ ലൈഫ് ഇൻ ജനറലിനെയും ബാധിച്ചു, റൈറ്റ്? എങ്ങനെ എസ്സേ എഴുതാം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ സീരീസിൽ ഡിസ്കസ് ചെയ്യും. എങ്ങനെ പെട്ടെന്ന് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ, റൈറ്റ്? ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് ഓൾസോ വിൽ ടോക്ക് അബൌട്ട്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ നമുക്ക് ശരിയാക്കാം അത് നമ്മൾ സംസാരിക്കും. അതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ എഴുതുമ്പോൾ ഒന്ന് നോക്കുക എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ. എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. ഒരു ചെറിയ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തിട്ട് എന്നും ഒരു 2-3 സെൻറ്റൻസ് എഴുതിയാൽ പോലും, റൈറ്റ്? വളരെ സമയം കുറച്ചുള്ളവരാണെങ്കിൽ 2-3 സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വെറുതെ എന്തിനെങ്കിലും പറ്റി സ്വയം നമ്മളെ പറ്റി എഴുതിയാലോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിനെ പറ്റി, റൈറ്റ് അബൌട്ട് എനിത്തിങ് ദാറ്റ് യു ഫീൽ ലൈക്ക്, റൈറ്റ്? സോ ആ ഒരു റൈറ്റിംഗ് ഹാബിറ്റ് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴും സമയമുണ്ട്, ഇപ്പോഴും ആവശ്യത്തിന് സമയമുണ്ട്. സോ അപ്പോൾ എഴുതുമ്പോൾ നമ്മുടെ അക്ഷരങ്ങളിലോട്ട് നമ്മളൊന്ന് നോക്കുക, റൈറ്റ്? ആ അക്ഷരങ്ങളൊന്ന് വലുതാക്കാൻ ശ്രമിക്കുക. കുറച്ച് വലുതായിട്ട് ഉരുട്ടി എഴുതാൻ ശ്രമിക്കുക. ഇച്ചിരി കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ വായിച്ചാൽ പോലും അവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ടിപ്സിനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ഹൗ ടു റൈറ്റ് എസ്സേ. എന്ത് ടോപ്പിക്കിൽ എസ്സേ വന്നാൽ എസ്സേക്ക് കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. എസ്സേ എഴുതാനായിട്ട് കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. നമുക്ക് ആ ഫോർമാറ്റ്സ് അറിയാമെങ്കിൽ, ടെക്നിക്സ് അറിയാമെങ്കിൽ എന്ത് ടോപ്പിക്കിൽ വന്നാലും നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എസ്സേ ഡീറ്റെയിൽഡ് സെഷൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് യു ഗോട്ട് എൻ ഐഡിയ ദാറ്റ് എസ്സേ ഈസ് ഈസി ബിക്കോസ്, വൈ ഇസ് ഇറ്റ് ഈസി? എന്തുകൊണ്ടാണ് ഈസി? ബിക്കോസ് നമുക്കതിലൊരു സ്കോപ്പ് ഓഫ് ഇൻറ്റർപ്രിട്ടേഷൻ ഉണ്ട്. പല കാര്യങ്ങൾ എഴുതാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എസ്സേ നമുക്ക് തരുന്നുണ്ട്. സോ we will
score in descriptive paper also, right? പിന്നെ final interview ആണ്. Interview is more about our personality, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് പൊതുവെ ഏതൊരു ജോബ് ഇൻ്റർവ്യൂവിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ നോളജിനേക്കാൾ കൂടുതൽ. കാരണം ആ ഇൻ്റർവ്യൂ സ്റ്റേജ് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി നോളജ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്, റൈറ്റ്? അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഹൗ വി പ്രസൻറ്റ് അവർ സെൽസ് എന്നുള്ളതാണ്. അത് നമ്മൾ ഡെഫിനറ്റ്ലി വേറെ സെഷനും ചെയ്യുന്നതായിരിക്കും. ബട്ട് ജസ്റ്റ് റിമെമ്പർ, ഇത് മാത്രം കാണുന്നവരും ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇൻ്റർവ്യൂ സെഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ വി പ്രസൻറ്റ് അവർ സെൽസ് എന്നുള്ളതാണ്. ഓക്കെ, സോ that was the question. And medium of the test will be English, we know that, right? And 40% objective test il score cheyanam. Appo korchu njan how to prepare English inde kude I just wanted to tell you people that endokke karyangalanu baaki nammal oru general idea vekkendathu before we go for the exam, right? Adum koodi I wanted to share with you people. So vacancies in അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റിൻ്റെ എമൗണ്ടും കട്ട് ഓഫിൻ്റെ എമൗണ്ടും ഒക്കെ വാരി ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് ഓൾ ഐ wanted to tell you people, right? അപ്പോൾ ഒബ്ജക്റ്റീവിൽ വൊക്കാബുലറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഐഡിയ അബൌട്ട് ഗ്രാമർ ഫോം ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടോപ്പിക്. അത് വേറെ എവിടെ നിന്നുമല്ല, നമ്മൾ നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന ടോപ്പിക്സ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്സിൽ ഒരു ചെറിയ ഐഡിയ നമുക്ക് വേണം, right? Because the questions are not difficult, but there are grammar questions coming, there are direct questions coming on tenses. But tenses ന്റെ questions വരുന്നുണ്ട്. അപ്പോൾ ടെൻസസ് ചെയ്യാതെ എക്സാമിന് പോകുക എന്ന് പറയുന്നത് ശരിയല്ല, റൈറ്റ്? അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്കൊന്ന് നോക്കണം. അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഒന്ന് പ്രിപ്പോസിഷൻ നോക്കണം. അങ്ങനെ എല്ലാ ടോപ്പിക്സും നോക്കണം. എല്ലാ ടോപ്പിക്സും ബേസിക് ആയിട്ട് കവർ ചെയ്യുക. ബേസിക് ആയിട്ട് വൊക്കാബുലറിയിൽ മാക്സിമം വേർഡ്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻസ്, and more importantly judicial related ആയിട്ടുള്ള questions. Judicial related ആയിട്ടുള്ള questions, for example impeachment, എന്താണ് impeachment, എന്താണ് custody, എന്താണ് detention, എന്താണ് arrest, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. So like court related ആയിട്ടുള്ള questions, laws related ആയിട്ടുള്ള questions, words vocabularyയിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ വൊക്കാബുലറിയിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഡിസ്ക്രിപ്റ്റീവിൽ 3 സാധനമാണ്: പ്രിസി, കോംപ്രിഹെൻഷൻ, എസ്സേ. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. അതിൻ്റെ ടിപ്സും ഫോളോ ചെയ്യുക. ആൻഡ് വി വിൽ ബി സ്റ്റാർട്ടിങ് എ സീരീസ്. പ്ലീസ് ഫോളോ ദാറ്റ്. ആൻഡ് വാട്ട് എവർ ഡൗട്ട്സ് യു ഹാവ്, പ്ലീസ് കമൻറ്റ് ബിലോ. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അതെന്നോട് കമൻറ്റിൽ ചോദിക്കുക. ഐ വിൽ റിപ്ലൈ ടു ഓൾ യുവർ ക്വയറീസ്. ആൻഡ് വി വിൽ ബി ഡൂയിങ് എ സെഷൻ ഓൺ ദ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ and that path that we have to follow for High Court Assistant exam. So till then, keep studying and keep doing well. Take care and keep following Adda 24/7 Malayalam.